മതികലയ്ക്ക് മാത്രം അത് മനസ്സിലാവില്ല. മതികലയെ സൂക്ഷിക്കണമെന്ന് മയിലിനെ ഉപദേശിക്കുന്ന ബാലൻ കുഞ്ഞിമണിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിനോട് പറയുന്ന കുട്ടിമണി. മയിലിനെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന മതികല. വനിതാ കമ്മീഷന്റെ സഹായത്തോടെ വയലോരം വീട്ടിലെത്തുന്ന മതികല മയിൽ അവിടെ താമസിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നു. തന്റെ അവകാശം സ്ഥാപിക്കാനുള്ള രേഖകൾ കമ്മീഷന് മുന്നിൽ കാണിക്കാൻ സുഭദ്രയ്ക്കാവുന്നില്ല. 3 ദിവസത്തിനകം രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ വയലോരം വീട്ടിൽ നിന്ന് ഒഴിയണമെന്ന് കമ്മീഷൻ. ഉടൻ വീട് മാറണമെന്ന് മയിൽ സുഭദ്രയോട് പറയുന്നു. എന്തായാലും നമുക്ക് വീട് മാറിയേ പറ്റൂ. എവിടേക്ക്? പുറത്തെവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുക്കണം. എനിക്കും എന്റെ അമ്മയ്ക്കും പെരിയപ്പാക്കും സ്വസ്ഥമായിട്ട് താമസിക്കണം. എന്നാലും അച്യുതനും ശാരദയും ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ട് പോകുക എന്ന് വെച്ചാല് അമ്മയ്ക്ക് എല്ലാ ആഴ്ചയും ഇവിടെ വരാലോ, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോ വരാം. എന്നും വരണമെങ്കിൽ അങ്ങനെയോ ആവാം. അസ്ഥിത്തറയിൽ വിളക്ക് കൊളുത്തിയാ പോരെ. മോള് കാര്യമായിട്ടാണോ ഈ പറയുന്നത്? അതെ പെരിയപ്പ, കാര്യമായിട്ട് തന്നെയാ. നമ്മൾ ഇവിടുന്ന് മാറുന്ന എന്നെ നല്ലതെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തായാലും ഞാൻ പോട്ടെ, വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. അമ്മ വിഷമിക്കണ്ട, എല്ലാം കടവുൾ കാണുന്നുണ്ട്. പഴയാണ്ടവാ നീതാൻ തോണ. അപ്പൊ ഈ വീട് വിട്ട് പോയേ പറ്റുമല്ലേ? അവകാശമില്ലാത്തിടത്ത് കടിച്ചു തൂങ്ങിക്കിടക്കാൻ പറ്റുമോ സുഭദ്ര? മയില് കൊച്ചു പറയുന്നത് പോലെ ചെയ്യാം. ഹായ് ഓൾഡ് കപ്പിൾ. വരുന്ന വടയാഴ്ച എന്റെ ബലമായ സംശയം എവളാ പ്രമാണം എടുത്ത് മാറ്റി വന്നു. എന്തോ അല്ല വലതും പറഞ്ഞായിരുന്നു. നീ ആയിരിക്കും ഞങ്ങളുടെ പ്രമാണം എടുത്ത് മാറ്റിയതെന്നു. അതെ, ഞാൻ തന്നെ. നീയോ? നിനക്കെന്തിനാത്? അത് അയ്യോ മഹാഭാവി, നീ അതെന്നാ ചെയ്ത്? ഞാൻ ചുമ്മാ ഒന്ന് കത്തിച്ച് വെട്ടം കണ്ടു. അയ്യോ കത്തിച്ചോ? നീ മുടിഞ്ഞു പോകത്തേ ഉള്ളു. ആയിക്കോട്ടെ, നിങ്ങൾ പിന്നെ ദിവസം പ്രതി പുരോഗമിച്ച് വരുമല്ലേ. സന്തോഷം. പ്രമാണത്തിന്റെ ചിതാഭസ്മം. കിളവനും കിളവിയും കൂടെ ഇത് പാപനാശിനെ കൊണ്ടുപോയി ഒഴുക്ക്. അല്ലെങ്കിൽ കലക്കി കുടിക്ക്. അതും അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടുമായിട്ട് നെറ്റിയിൽ അങ്ങോട്ട് തൊടുക. കേട്ടോ? മതിയടാ, കുറച്ച് കഴിക്ക്. ആനയുടെ മാതിരി ആയല്ലോ. എന്നെന്തരില്ല, പശു ரொம்ப ജാസ്തി. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അല്ല വക്കീലണ്ണേ, മേഡം അതുക്ക് ഇപ്പൊ വീട് മാറുന്നത്? മേഡത്തിന് അവിടെ എന്തെങ്കിലും പ്രശ്നം തോന്നിക്കാണും. ഞാൻ എത്ര ചിന്തിച്ചിട്ടും ഒന്നുമേ പൊടി കിട്ടുന്നില്ല. നീ എന്തിനാ ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നേ? മേഡം എന്ത് പറയുന്നോ അതനുസരിക്കാം, അത്ര തന്നെ. ഗുഡ് മോർണിംഗ് മേഡം. മോർണിംഗ് ഒന്നും അത്ര ഗുഡ് അല്ല വക്കീലെണ്ണ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? വീട് ശരിയായോ? ഒരു ബ്രോക്കറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മ പഴയ തങ്കരാജ്. ഓ, തങ്കരാജ് അണ്ണനാ? അങ്ങേരിപ്പോ ഇവിടെ ചെറിയ റിയൽ എസ്റ്റേറ്റാ. ഓ, മേഡത്തെ നേരിൽ പാക്കുന്നതുക്ക് വരുന്നുണ്ട്. ഞാനൊന്ന് വിളിക്കാം. മേഡം വെയിറ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഹലോ. മേഡം, തങ്കരാജ് വന്നിട്ടേ. എത്രയായി? 60. ഓട്ടോ വിലക്ക് ചോദിച്ചില്ല. ഇതിട്ട് കടുപ്പാട്ടാ. 50 പോരെ? അത് പോരാ, വരുന്നേ ഇല്ലല്ലേ.
50 മതിയുടെ ഇതാ വെച്ചോ. ഇത് പോരേട്ടാ. ഇതിട്ട് കഷ്ടം തന്നടേ. ഇന്നാ ഇത് കൊണ്ടുപോയി രക്ഷപ്പെട്. ഓ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വണക്കം മേഡം. വണക്കം. എന്നെ തങ്കരാ ஞாபகம் இருக்கா? ഇതെന്തൊരു ചോദ്യാ, അങ്ങനെ മറക്കാൻ പറ്റുമോ? എനിക്ക് ഒരു വീട് വേണം, അത്യാവശ്യമാ വേണം. ഉറപ്പായിട്ടും മേഡം, ഇന്ന തങ്കരാജുവേറ്റ്. മാഡത്തിന് എത്രയും പെട്ടെന്ന് വേണം. എത്രയും പെട്ടെന്നെന്ന് വെച്ചാ പറ്റിയ ഇന്ന് തന്നെ. കുറച്ച് ഫർണിച്ചർ ഉള്ള വീടാണെങ്കിൽ നല്ലത്. പെട്ടെന്നൊരു ഫുൾ ഫർണിച്ചർ വീട് കിട്ടാൻ പ്രയാസമാണ് മേഡം. ഫുൾ ഫർണിച്ചർ വേണമെന്നില്ല, പോരാത്ത ഫർണിച്ചർ ഇവര് വാങ്ങിച്ചിട്ടോളൂ. ആ, ഞാൻ വരുന്ന വഴിക്ക് ഒരു ഉഗ്രം വീട് കണ്ട്. ആ. നമ്മുടെ അമ്മൻകോവിലിനടുത്ത്. ഒരു 2000-2500 സ്ക്വയർ ഫീറ്റ് വരും. നല്ല മുറ്റം. മേഡത്തിന് കോലൊക്കെ ഇടാം. പിന്നെ ജനൽ തുറന്നാ കോവില് കാണാം. മുറ്റത്ത് 2 വലിയ മൂവാണ്ട മാവുണ്ട്. 4-5 ചൂള മരങ്ങൾ. എപ്പോഴും കാറ്റ്. ഭയങ്കര തണുപ്പാണ് അവിടെ. മേഡത്തിന് ഇഷ്ടപ്പെടും ഉറപ്പാ. എങ്കി പിന്നെ അത് മതി. പക്ഷെ ഒരു കുഴപ്പമുണ്ട് മേഡം. என்ன? അവരത് വാടകയ്ക്ക് കൊടുക്കൂല. அப்படின்னா നമുക്കത് വിലക്ക് വാങ്ങിക്കാം. അതവര് വിൽക്കത്തുമില്ല. അത് അവർക്ക് താമസിക്കാനാ. என்ன ജോക്കാ? പല്ല ഉടച്ചിട്ട് വരും. 2 ദിവസം. 2 ദിവസത്തിനകം എനിക്ക് വീട് കിട്ടണം. പറ്റിയ നാളെ തന്നെ എനിക്ക് മാറണം. ഓക്കേ വാ? ഓക്കെ മേഡം. 2 മിനിറ്റ് കൊണ്ടൊരു വീട് പണിതിട്ടാലും ശരി, മേഡത്തിനെ താമസിപ്പിച്ചിരിക്കും. തങ്കരാജേറ്റാ പിന്നെ പ്രശ്നമില്ല. ഒരു നിമിഷം. இது வச்சுக்க, அட்வான்ஸ். என்ன மேடம் இது? எனக்கு அட்வான்ஸா? என்னோட உயிரை மேடத்துக்கு கடப்பட்டிருக்கு. அதெல்லாம் தெரியும், എന്നാലും വെച്ചുക്കോ. மேடம், തങ്കരാജ് അണ്ണനെ കോണ്ടാക്ട് ചെയ്യണം. കോണ്ടാക്ട് മീ. അപ്പപ്പോ എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണം. ഓക്കേ വാ? ഓക്കേ മാഡം. ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ മാഡം. ഞാൻ കിളമ്പറേൻ. ബായ്, ചായ. എന്തൊക്കെ പറഞ്ഞാലും ബായ്, നമ്മളൊരു ചെറിയ കച്ചവടത്തിന് ഇറങ്ങിയപ്പോഴാ മനസ്സിലായത് ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്ന് ഈ മേഖലയില്. നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കാശ് താഴ്ത്തി പച്ചക്കറി കൊടുക്കാൻ വേറെ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു. ഉന്തുവണ്ടി കൊണ്ടോ? ആ, ഉന്തുവണ്ടിയുണ്ട്, അല്ലാതെയുണ്ട്. ഞാൻ കരുതി നമ്മളൊരു ചെറിയ കച്ചവടമായി ഉന്തുവണ്ടി കൊണ്ട് നടക്കുന്നോണ്ട് മറ്റാരും നമുക്ക് ശല്യത്തിന് വരത്തില്ലെന്ന്, നമുക്ക് ജീവിച്ചു പോകാന്ന്. ഇപ്പൊ ഭീകര കോമ്പറ്റീഷനാ, ഭീകര കോമ്പറ്റീഷൻ. അപ്പൊ ഈ അംബാനിനും മറ്റൊക്കെ സമ്മതിക്കണം. അവരൊക്കെ എന്തുമാത്രം റിസ്ക് എടുത്തിട്ടായിരിക്കും ബിസിനസ് നടത്തുന്നത്. എന്തോന്ന്, അംബാനി പച്ചക്കറി കച്ചവടം നടത്തുന്നുണ്ടോ? ആ, അംബാനിയും പച്ചക്കറി കച്ചവടം നടത്തുന്നുണ്ടല്ലോ. അത് വലിയ ഷോപ്പിലാണെന്നല്ലേ ഉള്ളൂ. എന്റെ പിച്ചളെ, ഏത് ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അല്ലാതെ അമ്പലത്തിന്റെയും പള്ളിയുടെ ഒക്കെ പൂട്ട് പൊളിച്ച് അതിന്റെ അകത്തിരിക്കുന്ന പണ്ടാരക്കുറ്റി എടുത്തോണ്ട് വരുന്നത് പോലെ അല്ല. ഇതേ മയിൽവാഹനോ? ആ, മയിലമ്മ ഏതിലേ പറന്നു പോയാലും ഇപ്പൊ പിച്ചള കണ്ടുപിടിക്കും. ഞാൻ ദൂരെ കണ്ടു രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത്. എങ്കി പിന്നെ നിങ്ങളുടെ വകുപ്പിൽ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. അതിനെന്താ, സന്തോഷല്ലേ? ചേച്ചി ഒരു ചായ കൂടെ. മധുരം വേണ്ട. അതെന്താ? എനിക്ക് മധുരമൊക്കെ കഴിക്കാം. പഞ്ചാര അടുത്ത് നിൽക്കല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പടിയാ? ഞാൻ വളരെ സാത്വികനായി പാവമായി ജീവിക്കുന്ന ഒരാളാണ്. എന്നെ പറ്റി ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഓ, വല്ലാത്ത പോക. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. വാ. പിന്നെ എന്തൊക്കെയുണ്ട് മയിലമ്മ വിശേഷങ്ങൾ? ഇപ്പൊ പച്ചക്കറി മേടിക്കാനൊന്നും കാണുന്നില്ലല്ലോ. അപ്പപ്പാ, ബിസിനസ് കരാറായി പോയല്ലോ ശരിക്കും. ആരെ കണ്ടാലും ബിസിനസ് താ മുഖ്യം. ജീവിച്ചു പോണ്ടേ. ഇങ്ങനെ തന്നെ ജീവിച്ചാ മതി. നല്ല കാര്യം എന്ന് കരുതി ഞാൻ എന്റെ തൊഴിൽ പൂർണ്ണമായി നിർത്തിയിട്ടൊന്നുമില്ല. 1-2 ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ട് കച്ചവടത്തിന് പോണതിന്റെ ഇടയിൽ. അതായത് പഴയ തൊഴിലൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ എന്റെ ഭായി തയ്യാറല്ലെന്ന്. എന്റെ പിച്ചളയണ്ണ, ദൈവങ്ങളെ സ്വസ്ഥമായിട്ട് അവിടെ ഇരുത്ത്.
അവരവരുടെ സമ്പാദ്യം കെട്ടിപ്പിടിച്ച് അവിടെ എങ്ങാനും ഇരുന്നോട്ടെ. പിച്ചള എണ്ണ വെറുതെ അതിന്റെ ഇടയിൽ കയറി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മനസ്സിജണ്ണേ, ഒരു വീട് ശരിയാക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോ മൈലമ്മ പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ? പോണു അണ്ണ. വയലോരം വീട്ടില് എന്റെ റോൾ ഏകദേശം തീർന്നു. ഞാൻ അവിടെ വന്നു, കുറെ കാലം അവിടെ നിന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ചില സമയത്ത് നമ്മൾ മറ്റുള്ളവർ മനസ്സിലാക്കത്തില്ല അണ്ണ. പിന്നെ ഞാനവിടെ ഒരു കരടായിട്ട് 6ാം വിരല് പോലെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അണ്ണ. എന്നാലും മൈലമ്മ പെട്ടെന്നങ്ങനെ പോവെന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് പോയേ പറ്റൂ. അതുകൊണ്ടാ ഇപ്പൊ തന്നെ വക്കീൽ സാറിനെയും പൊന്നമ്പലത്തെയും വിളിച്ചു വരുത്തി ഒരു ബ്രോക്കറെ ഏൽപ്പിച്ചു. എന്നോട് പറഞ്ഞങ്ങ ഞാൻ നോക്കി തരുമായിരുന്നു. തങ്കരാജന്റെ ഒരു ബ്രോക്കറാ, എനിക്ക് നേരത്തെ അറിയും. അയാള് നോക്കട്ടെ, പിച്ചളയണ്ണനും നോക്കിക്കോ. സത്യമായിട്ടും പോകാൻ വിഷമമുണ്ട്. എന്നാലും ഈ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. വീട്ടിലേക്ക് പോവാൻ ഞാൻ. മനസ്സിലെണ്ണ വരുന്നോ? ഇല്ല, ഞാൻ വന്നേക്കാം. മയിൽ പൊയ്ക്കോ. ശരിയാണ്. കേട്ടോ വല്യേച്ചി, എനിക്ക് ഭയങ്കര സങ്കടം വരുവാണ്. എന്തിനാ? അതെ, അമ്മമ്മയിലൂടെ പോവാന്ന് വന്നില്ലേ, അപ്പച്ചി അമ്മയും ആ കാവരി അച്ഛനെയും ഒക്കെ കൊണ്ടുവന്ന് വന്നില്ലേ. അപ്പൊ പിന്നെ അവരാരും ഇവിടെ ഇല്ലല്ലോ, പത്രാനം പറയാൻ ആരും ഇല്ല ഇവിടെ. എനിക്കത് ഓർത്തിട്ട് അങ്ങ് സങ്കടം വരും. എനിക്കും സങ്കടമുണ്ട് മോളെ. ചില കാര്യങ്ങള് അതിന്റെ വഴിക്ക് തന്നെ നടക്കും. അതെ, അമ്മമ്മയിൽ ഇവിടെ നിൽക്കുന്നേനെ കൊച്ചേച്ചിക്ക് എന്നെയാ കുഴപ്പം. എന്നെയാ കൊച്ചേച്ചി അമ്മമ്മയിലിനോടും കുഞ്ഞാറ്റിനോടും വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നേ. മോളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ വല്യേച്ചിക്ക് അറിയത്തില്ല. കുട്ടിമണിക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്നാ കാര്യാ? മോൾക്കറിയാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ട് ഈ ലോകത്ത്. അതല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ടാ ഇപ്പൊ മയിലമ്മയ്ക്ക് ഇവിടുന്ന് മാറേണ്ടി വന്നത്. അതെ, അമ്മമ്മയിലും അപ്പച്ചി അമ്മയ്ക്കും കാവരി അച്ഛനും ഒക്കെ ഇവിടെ താമസിക്കാൻ അശവാകം പറയുന്ന ഒരു കടലാസ് ഉണ്ടായിരുന്നല്ലോ. ആ കടലാസ് കാണാത്തോണ്ടല്ലേ ഇപ്പൊ പോവേണ്ടി വന്നേ. അത് 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 ശരിക്കും അങ്ങ് നോക്കിയെടുത്താ പോരായിരുന്നു. ആ കടലാസ് കിട്ടിയാലും അധികകാലം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല മോളെ. കാരണം മതികല പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ രവിയും കൂട്ടി അവൾ ഇവിടുന്ന് മാറണം. അതൊട്ട് നടക്കത്തുമില്ല. ഈ കൊച്ചേച്ചി ഇവിടുന്ന് പോയാ മതിയായിരുന്നു. എന്നിട്ട് അപ്പച്ചി അമ്മയും കാവരി അച്ഛനും അമ്മമ്മയിലും നമ്മളും എല്ലാരും കൂടി സന്തോഷമായിട്ട് ഇവിടെ അങ്ങ് ജീവിച്ചായിരുന്നു അല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ. നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അതാണ് വല്യേച്ചിയുടെ ആഗ്രഹം. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അമ്മമ്മയില് പോന്നതേ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്നെ കാർ ഓടിച്ച് പഠിപ്പിച്ച് വന്നതാ ഇങ്ങോട്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു കാറും ഉണ്ടായിരുന്നു. ഇപ്പൊ കാറും പോവും. അടാ എനിക്ക് കൂടുതൽ സങ്കടം സഹിച്ചാ വയ്യാത്ത. അത് ശരി. അപ്പോ മൈലമ്മ പോകുന്നതിലല്ല സങ്കടം, കാർ പോകുന്നതില. അല്ല, അമ്മമ്മയില് പോണതും സങ്കട, കാറ് പോണതും സങ്കട. വല്ലേച്ചി അമ്മമ്മയിലിനോടെ ഇവിടുന്ന് പോവണ്ടെന്നൊന്ന് പറയൂ വല്ലേച്ചി. എന്നെയും കുഞ്ഞുമനിയും വല്യേച്ചി കുട്ടാപ്പൂനെ ഒന്നും ഇട്ടിട്ട് പോണ്ടെന്ന് പറ വല്യേച്ചി. മൈലമ്മ ഇവിടുന്ന് പോകരുതെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷേ മൈലമ്മ ഇവിടെ നിന്നാലേ അത് വലിയ വഴക്കിലേക്ക് പോകും. ഈ കൊച്ചേച്ചി കാരണം എനിക്ക് ഓത്തിട്ട് സഹിച്ചാ വയ്യ.
ഓ എന്റെ കണ്ണേ അങ്ങോട്ട് തുമ്പിളി തുമ്പിളി വരുവാ. ദാണ്ട നോക്ക് കണ്ണീര് കണ്ട കണ്ട. കണ്ടു കണ്ടു. ആഹാ, സീതെടുത്തി രാവിലെ തുടങ്ങിയോ അധ്വാനം? ഞാനേ വല്യച്ചോട് സമാരിച്ചുവായിരുന്നു. എന്താ കാര്യം? അമ്മമായിൽ ഇവിടുന്ന് പോകുന്ന കാര്യം അതോർത്തിട്ട് എനിക്ക് സങ്കടം സഹിച്ചാ വയ്യ. അപ്പച്ചിയപ്പനും അപ്പച്ചിയമ്മയും മയിലും ഇവിടുന്ന് പോകുന്നത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. ഈ വീട് വിട്ടു പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല സീതക്ക. പോയല്ലേ പറ്റൂ. പഴനിയിലെ തെരുവില് ആരും ഇല്ലാതിരുന്നവളാ ഞാൻ. അവിടെ വെച്ച് കടവുൾ എത്തിച്ചതുപോലെ പെരീപ്പാവും അമ്മയും വന്നു. എന്നെയും കൂട്ടി ഇവിടെ വന്നു. എനിക്കിവിടെ 2 അണ്ണന്മാരെ കിട്ടി, 2 അക്കാമാരെ കിട്ടി, കുട്ടിമണിയെ കിട്ടി, മനസ്സുജണ്ണനെ കിട്ടി. അങ്ങനെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒരുമിച്ച് തിരിച്ചു കിട്ടിയെന്ന് സന്തോഷിച്ചിരിക്കുമ്പോഴാ ഓരോരോ പ്രശ്നങ്ങള്. മാറിപ്പോകേണ്ടവരും ഇറങ്ങിപ്പോകേണ്ടവരും പോയല്ലേ പറ്റൂ. വെറുതെക്കാരെപ്പോഴും വെറുതെക്കാരല്ലേ അക്ക. അന്യർക്ക് അധിക സമയം നിന്ന് കളിക്കാനുള്ള റോളൊന്നും ഇല്ല. മോൾ അങ്ങനെയൊന്നും കരുതണ്ട. മോളെ അന്യായിട്ടൊന്നും ഇവിടെ ആരും കരുതിയിട്ടുമില്ല. മതികലയുടെ സ്വഭാവം മോൾക്കറിയാലോ. ഒരു കാര്യം കിട്ടാൻ കാത്തിരിക്കുക ഒരു വഴക്കുണ്ടാക്കാൻ. അതെ അമ്മമായിൽ പോവണ്ട. കൊച്ചോട് ഞാൻ സമ്മാനിച്ചാ. ഞാൻ പറയാം അമ്മമാലിനോട് വായിക്കിടരുതെന്ന്. അതൊന്നും വേണ്ട മോളെ. അമ്മ മയില് പോയാലെന്താ? കുട്ടിമണിയെ കാണണം തോന്നുമ്പോ ഓടി ഇങ്ങ് വരില്ലേ? സീതക്ക, ഞാൻ പോകുന്നതില് സീതക്കാക്ക് വിഷമമുണ്ടല്ലേ? പക്ഷേ നീ പോകണ്ടെന്ന് ഞാൻ പറയത്തില്ല. നീ ഇവിടെ തുടരണമെന്ന് ഞാൻ ഒട്ടും പറയത്തില്ല. സീതക്ക, അതെന്താക്ക? ഞാനും രവിയണ്ണൻ തമ്മില് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അക്കായും കരുതുന്നുണ്ടോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. അങ്ങനെയൊന്നും എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെങ്കില് നീ ഇവിടെ നിന്നാല് അത് രവിയുടെ ജീവിതം തകർക്കും. അവനൊരു പാവ. ഈ തടിയും താടിയും മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ളവര് പറയുന്ന പോലെ നീങ്ങും. അതാ രവി. മയിലമ്മ ഇവിടെ നിന്ന മയിലിന്റെ പേരും പറഞ്ഞ് രവിയെ ഇഞ്ചിഞ്ചായി കൊല്ലും മതികല. അവന്റെ കണ്ണീര് നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് ആര് പറഞ്ഞില്ലെങ്കിലും ഞാൻ മോളോട് പറഞ്ഞേനെ ഈ വീട്ടിൽ നിന്ന് മാറണമെന്ന്. അത് വേറെ ഒന്നിനും വേണ്ടിയല്ല. രവിയുടെ ജീവിതം നന്നാവാൻ വേണ്ടിയല്ലേ നീ ആഗ്രഹിക്കുന്നത്? അതിനല്ലേ നീ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്? അപ്പോ അതിനുവേണ്ടി തന്നെയാ നീ ഇവിടുന്ന് മാറിയേ തീരുവെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് തെരിയുമൊക്ക. മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് ഭാരം കുറയ്ക്കാൻ ചിലർ കടലിലേക്ക് ചാടില്ലേ അക്ക? അതുപോലെ ഞാനും പോകുന്നു. ഞാൻ കാരണം രവിയണ്ണന്റെ ജീവിതത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവരുത്. അത് ഞാൻ സമ്മതിക്കാം. അത് മനസ്സിലാക്കി തന്നെയാ ഞാൻ മാറുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഒപ്പം നിന്ന് സേവിക്കലല്ല, അകന്ന് മാറിപ്പോകുന്ന ഒരു ത്യാഗം കൂടിയാ. അതെനിക്കറിയാം സീതക്ക. നീ ആകെ അങ്ങ് വാടിത്തളന്ന് നിക്കുവാണല്ലോ. എന്താ ഇവിടുന്ന് പോകുന്നതിന്റെ സങ്കടമായിരിക്കുമല്ലേ? ഇപ്പൊ മനസ്സിലായോടി മതികല ആരാണെന്ന്. ഞാനൊന്ന് പറഞ്ഞാലേ പറഞ്ഞതാ. നിന്നെ ഇവിടുന്ന് കുടിയിറക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ നിന്നെയും നിന്റെ വളർത്തമ്മയും നിന്റെ പെരിയപ്പാവേയും എല്ലാവരെയും കൂടെ ചേർത്ത് ഞാനങ്ങ് ഇറക്കിയല്ലോ. അതാണ് മതികല. ഒരു കാര്യം തീരുമാനിച്ച പോലെ അങ്ങ് നടത്തിയിരിക്കും.
അക്ക, ഞാൻ ഈ വീട്ടിൽ വന്നതും ഇവിടെ താമസിച്ചതും അക്കാവോട് വഴക്കിടാനോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് പറഞ്ഞു, ശരിയെന്ന് തോന്നുന്നത് ചെയ്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ എനിക്കൊന്നും നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുമില്ല. എനിക്കൊരു സങ്കടവും ഇല്ല. അയ്യോ പാവം, നീ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് കാണിക്കല്ലേ. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. തോറ്റു പടിയിറങ്ങേണ്ടി വരുന്നവളുടെ വിഷമം, പരാജയ ഭാരം, അത് നിന്റെ തലയിലുള്ളതുകൊണ്ടാ ശിരസുയർത്തി നിന്ന് നിനക്ക് എന്നോട് പഴയ വീര്യത്തോടെ സംസാരിക്കാൻ പറ്റാത്തത്. ഒന്നുമില്ലക്ക, ഒന്നുമില്ല. അക്ക ഉണ്ടാക്കി വെച്ച ചില തെറ്റിദ്ധാരണകൾ, ചില പ്രശ്നങ്ങൾ, അതൊന്നും ഇവിടെ ആരും വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ആ രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടും ഇല്ല. പിന്നെ ഞാൻ പോയാലാണ് അക്കാവോടെയും രവിയണ്ണന്റെയും ജീവിതത്തിൽ സമാധാനമുണ്ടാവുക എങ്കിൽ പോവാന്നുള്ളത് എന്റെ കടമയാ. ആ കടമ ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. അയ്യോ, നീ അങ്ങനെ വലിയ ഔദാര്യൊന്നും പറയല്ലേ. നീ പോയാലും ഇല്ലെങ്കിലും നിന്റെ രവിയണ്ണനും ഞാനുമായിട്ടുള്ള ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോത്തേ ഉള്ളൂ. പക്ഷെ ഈ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കണമെന്നുള്ളത് എന്റെ വാശിയായിരുന്നു. നിന്നെ മാത്രമല്ല, ആ കിളവനെയും കിളവിയേയും. അതെന്റെ ഒരു ശപഥമായിരുന്നു. അത് ഞാൻ സാധിച്ചു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോഴേ എങ്ങോട്ടാ എല്ലാരും കൂടെ യാത്ര? പഴനിക്കോ അതോ മധുരയ്ക്കോ? ഏത് പാണ്ഡ്യനാട്ടിലേക്കാ? ഒരു പാണ്ഡ്യനാട്ടിലേക്കും ഇല്ല. ഞങ്ങള് ഈ നാട്ടിൽ തന്നെ കാണും. ഇതിനേക്കാളും നല്ലൊരു വീട്ടിൽ ഞങ്ങൾ 3 പേരും കൂടി താമസിക്കുകയും ചെയ്യും. അതൊക്കെ നടക്കട്ടെ. നിന്നെ പോലെ ഒരുമ്പെട്ട് നടക്കുന്നവൾക്ക് ഒരു വാടക വീട് കിട്ടാനാണോ പാട്? നോക്കിക്കോ, ആ വീട്ടിൽ നീ സ്വസ്ഥമായിട്ട് ജീവിക്കത്തില്ല. പറയുന്നതേ മതികലേ, നീ ഈ നാട് വിട്ടു പോകുന്നത് വരെ നിന്നെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഞാൻ ഉപദ്രവിക്കും. അതിനെ യാതൊരു മാറ്റവും ഇല്ല. അക്കാവെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. അക്ക എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ നിലനിൽക്കാൻ ശ്രമിക്കും. ഇല്ലാതാക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞ ഇല്ലാതാക്കാൻ തന്നെ ശ്രമിക്കും, ഈ ഭൂമിയിൽ നിന്ന് തന്നെ. ആ, ഞാനെത്തി. നീ അവിടെ തന്നെ ഉണ്ടോ? ഞാൻ അങ്ങോട്ട് വരാൻ ചന്ദ്രു. ഇത്രയും നാളും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാ ഞാൻ നേരിട്ട് വന്നത്. ഇനിയിപ്പോ നീയേ ഉള്ളു രക്ഷ. രക്ഷയെന്ന് പറഞ്ഞാൽ നീ തന്നെ വരണം. നിന്റെ കരുത്തുകൊണ്ട് ഞങ്ങളുടെ ശത്രുക്കളെ തവിട് പൊടിയാക്കണം. അല്ലാതെ എനിക്കും മതികലയ്ക്കും ഉറങ്ങാൻ പറ്റില്ല. ഞാൻ വരുവാ. ചന്ദ്രു, ചന്ദ്രു, ഞാൻ 100 തവണ പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബം, അതിന്റെ അന്തസ്സ്, അത് നിലനിർത്തിയേ പറ്റൂ. തലയെടുപ്പോടെ എന്നും ഉയർന്നു നിന്നിട്ടേ ഉള്ളൂ മാണിക്യമംഗലം. നമ്മളുടെ കുടുംബത്തിലെ ഒരാളുടെയും ചോര മണ്ണ് നക്കിയിട്ടില്ല. പക്ഷേ ഇപ്പൊ അതും സംഭവിച്ചു. നിന്റെ അനിയന്റെ തലയിലെ കുത്തിക്കെട്ടിന്റെ എണ്ണം നിനക്കറിയണോ? അറിഞ്ഞു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ കണക്ക് പുസ്തകത്തിൽ. അങ്ങനെ എഴുതി വെച്ചാൽ മതിയോ? മുതലും പലിശയും പിഴപ്പലിശയും ചേർത്ത് പകരം കൊടുക്കണ്ടേ? അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ ചന്ദ്രുവിന് അധികം സമയം വേണ്ട. കളി ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ. അവനാണല്ലേ സേനാപതി, മനസ്സിജൻ. അതെ, അവൻ കൂടെ നിന്നിട്ട് ചതിച്ചിട്ട് പോയി. അന്നേ മതികളോട് ഞാൻ പറഞ്ഞതാണ്, വിശ്വസിക്കരുത് അവനെ എന്ന്. നിനക്കറിയില്ലേ
മനസ്സിജന്റെ പെങ്ങളെ. മറന്നിട്ടില്ല. നീ വരണം. ഏറ്റവും അടുത്ത ദിവസം മറുപടി കൊടുക്കണം. ഇല്ലെങ്കിൽ അപമാനം കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ധൈര്യമായിട്ട് പൊയ്ക്കോ. ചന്ദ്രു വരുന്നു. ഇനി പലർക്കും ഉറക്കം നഷ്ടപ്പെടും. നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാം. Passengers, your attention please. Fasten your seat belts. Chandru is coming. അല്ല, ഇപ്പോഴത്തെ കാലത്തിന് എന്തോന്നാ കുഴപ്പം? അതൊക്കെ ഒരു കാലം. ഇതാ പറയട്ടോ, കുറച്ച് സാധനങ്ങൾ വേണം, അതിന്റെ ലിസ്റ്റാ. അയ്യോ ബാല, എനിക്കുള്ള കുഴമ്പ് കൂടി മേടിച്ചോണേ. അതിന്റെ കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി. അമ്മ, അമ്മയുടെ കുഴമ്പ് ഞാൻ മേടിച്ചോണ്ട് വരാം. എന്തായാലും മൈലമ്മ വന്നതിന് ശേഷം ഇക്കാര്യം എന്നോട് പറയാറില്ല. നിന്നെ സ്വസ്ഥമായിട്ട് കിട്ടിയിട്ട് വേണ്ടേ? നിനക്ക് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. അവൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിന്റെ കുഴമ്പ് ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കരുത് കേട്ടാ. ഞാൻ എന്റെ കൊച്ചുങ്ങളോടാ സംസാരിക്കുന്നത്. അപ്പച്ചിയമ്മേ, ഒരു കുഴമ്പിന്റെ പേരിലല്ലേ ഈ സംസാരം? അപ്പോ ആര് കുഴമ്പ് വാങ്ങിച്ചോണ്ട് വരണം അതങ്ങ് പറഞ്ഞ കാര്യം തീർന്നില്ലേ? മൈലമ്മ വാങ്ങിച്ചോണ്ട് വരണോ അതോ ബാലേട്ടൻ വാങ്ങിച്ചോണ്ട് വരണോ? അത് ആര് വാങ്ങിച്ചോണ്ട് വന്നാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ മുട്ടിന്റെ വേദന മാറിയാ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എന്താണ് സംഘം ചേർന്നൊരു ഗൂഢാലോചന? എന്ത് ഗൂഢാലോചന നടത്താനാ കലമോളെ? ഒരു ഗൂഢാലോചന ഇല്ലക്ക. അമ്മ അവക്ക് കുഴമ്പ് മേടിക്കുന്ന കാര്യം പറഞ്ഞതാ. വേണമെങ്കിൽ അക്കാവും കുടിക്കും. ഓ, എനിക്ക് കുഴമ്പ് തേക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ആ പിന്നെ മേടിക്കുമ്പോ ഇത്തിരി കൂടുതൽ മേടിച്ചോ. ഇവിടെ ഉള്ളവർക്കിനി കൂടുതൽ ആവശ്യം വരും. കൊട്ടൻ ചുക്കാതിയോ പൊട്ടൻ ചുക്കാതിയോ എന്തെങ്കിലും. അതെന്താ കൊച്ചേ, ഇവിടെ എല്ലാരും കുഴമ്പ് തേപ്പിച്ച് കുളിപ്പിക്കാൻ പോകുന്നു നീ? മിക്കവാറും കുളിപ്പിക്കും, കുളിപ്പിച്ച് കിടത്തും. അതിനുള്ള അരങ്ങ് ഒരുങ്ങി വരുന്നുണ്ട്. നീ എന്തിനാണ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയിൽ കണകണാന്ന് സംസാരിച്ചോണ്ട് കയറി വരുന്നത്? ഓ, അവളുടെ അർത്ഥം വച്ച ഒരു സംസാരം. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നേരെ ചൊവ്വേ സംസാരിക്കണം. പറയാനുള്ളത് നേരെ അങ്ങ് പറഞ്ഞേക്കാം. ഞാനിവിടെ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കലമോൾ ആരുടെ എല്ലാം കാര്യം പറയുന്നു. അതെല്ലാം ഓർത്തിരിക്കാൻ ഇവിടെ ആർക്കാ സമയം? എന്നാ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്റെ അമ്മാവന്റെ മകൻ ചന്ദ്രുവേട്ടൻ വരുന്നു. നിന്റെ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ ഞങ്ങൾ എന്തോ വേണം? താലപ്പൊലിയും കൊണ്ടിരിക്കണോ? താലപ്പൊലിയും വേണ്ട, ആനയും വേണ്ട. പക്ഷേ ആന കേറിയ കരിമ്പിൻ തോട്ടം പോലെ ആവും ഇനി വയലോരം വീട്. ഞാനൊരു സൂചന തന്നേ ഉള്ളൂ, ബാക്കി കണ്ടറിഞ്ഞാ മതി. അപ്പൊ പിന്നെ കുഴമ്പ് ചേർച്ച നടക്കട്ടെ നടക്കട്ടെ. അത്രയ്ക്ക് ഭയങ്കരനാണോ വരുന്നവൻ? വരട്ടടി, വരുമ്പോ കാണാമല്ലോ. ആന വരമ്പേ കല്ലേ കൊത്ത് കരിങ്കൊത്ത് അക്കരെ നിൽക്കുന്ന കൊക്കോപ്പാവിന്റെ കൈയും കാലും കൂട്ടിക്കെട്ടിക്കോ. അക്ക് തിക്കുത്താന വരമ്പേ കല്ലേ കുത്ത് കരിങ്കുത്ത് അക്കരെ നിൽക്കുന്ന കൊക്കോപ്പാ കൈയും കാലും കൊച്ചേച്ചി വരുന്നോ? നമുക്ക് അക്കുത്തിക്ക് കളിച്ചാം. കൊച്ചേച്ചി ഈ റൂമിലേക്കുള്ള കയറ്റം കുറെ കാലം മുമ്പേ നിർത്തിയതാ മോളെ. പണ്ടൊരു രാത്രി നമ്മൾ ഒരുമിച്ചിരുന്ന് അക്കുത്തിക്ക് കളിച്ചത് മോൾ ഓർക്കുന്നുണ്ടോ? മതിക്കിപ്പോ എന്താ വേണ്ടത്? ഓ മതി. നീ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കലയിടത്തിന്നല്ലേ വിളിക്കാറുള്ളത്? അങ്ങനെ വിളിച്ചാ മതി. ശരി, കലയിടത്തേക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നീ പേടിക്കണ്ടടാ, നിന്റെ ഭാര്യ അടുത്തിരിക്കില്ലേ? അവൾ അടുത്തിരിക്കുമ്പോ ഞാൻ നിന്നോട് രഹസ്യം പറയാനൊന്നും വരത്തില്ല. അല്ലെങ്കിലും ഊരി എറിഞ്ഞ കുപ്പായൊന്നും മതികല വീണ്ടും പിന്നെ എടുത്തിടാറില്ലടാ. ബന്ധങ്ങളിലും അങ്ങനെ തന്നെ. ഞാൻ എപ്പോഴും ഒരു ബന്ധം ഉപേക്ഷിക്കുമ്പോ അത് നിലത്തിട്ട് ചവിട്ടി തേച്ചേ കളയാറുള്ളൂ. പിന്നെ എനിക്കത് വേണ്ട, അതുകൊണ്ടാ. അപ്പോ നീയുമായിട്ട് ചങ്ങാത്തം കൂടാനായിട്ട് വന്നതൊന്നും അല്ല ഞാൻ. നിന്നെ എന്ന് ചിതയിലേക്ക് എടുക്കുമെന്ന് നോക്കിയിരിക്കുന്ന ആളാ ഞാൻ. മതി, എന്താന്ന് വെച്ചാ പറ മതി. എന്നാ ചേച്ചി, എന്നാ വിശേഷം? വിശേഷമൊക്കെ ഉണ്ട്. വിശേഷം അപ്പുറത്തിപ്പോ പറഞ്ഞായിരുന്നു. അത് നിങ്ങൾ അവിടെ ഇല്ലാത്തോണ്ട് നേരിട്ട് അറിയിക്കാൻ വേണ്ടി വന്നതാ. എന്താ മതിക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ? നീ എന്താടാ എന്നെ കുത്തി രസിക്കാണോ?
എനിക്ക് വിശേഷം വേണമെന്ന് തോന്നുമ്പോ ഞാൻ ഉണ്ടാക്കിക്കോളാം. അതെങ്ങനെ? നമ്മള് വിചാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയല്ല അത്. കുഞ്ഞിന്റെ കാര്യമാണ് മതി ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് യോഗം ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവം തീരുമാനിക്കും. ഗർഭത്തിൽ കിടക്കുന്ന 2 കുഞ്ഞുങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാമെന്നല്ലേ ഇപ്പൊ രാവും പകലും മതി ചിന്തിക്കുന്നത്. മതിയുടെ മുഖത്ത് നോക്കി അതിനി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് പാപമാണെങ്കിലും ശരി, മതിക്കേ ഈ ജന്മം കുട്ടികളുണ്ടാവാൻ സാധ്യതയില്ല. വരട്ടുകയൊന്നും വേണ്ട. ബാലശാപം ഒരുപാട് മതിയുടെ തലയ്ക്ക് മുകളിലുണ്ട്. മതിക്കൊരു കുഞ്ഞിനെ ദൈവം തരത്തില്ല. ഈ കുഞ്ഞുങ്ങളോട് മതി കാണിക്കുന്ന ക്രൂരതയ്ക്ക് കണ്ണീരൊഴുക്കി ഒഴുക്കി മതി പ്രായശ്ചിത്തം ചെയ്യും. എന്നിട്ട് മതി കെഞ്ചും ദൈവത്തിന്റെ മുമ്പിൽ, എനിക്കും ഒരമ്മയാവാൻ അവസരം തരണേന്ന്. പറയുന്നത് ഈ ഞാനാ, മനസ്സിജൻ. എന്റെ ഈ വാക്കുകൾ മതി 1000 വട്ടം ആലോചിക്കും. അതെ, നിങ്ങള് വഴക്കാണോ? മനുഷ്യനും കൊച്ചേച്ചി വഴക്കാണോ? ഏയ്, വഴക്കൊന്നുമല്ല കുട്ടു. പിന്നെ ഞാനേ കൊച്ചേച്ചി ഒന്ന് ഉപദേശിക്കുവായിരുന്നു. അപ്പോ കൊച്ചേച്ചി വന്ന വിശേഷം ഒന്ന് പറഞ്ഞാട്ടെ. വരുന്നുണ്ട്. എന്താ? അത് നിനക്കറിയാലോ, ആരാണെന്നും അറിയാം. ചന്ദ്രുവേട്ടന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മതിയുടെ മുറച്ചെറുക്കൻ വരുന്നതിന് ഞാൻ എന്ത് വേണം? താലപ്പൊലിയും വിളക്കും ഒക്കെ എടുത്ത് വെക്കണോ? ഒരു വിളക്ക് നീ കരുതിക്കോ, നിന്റെ തലക്കൽ കത്തിച്ച് വെക്കാൻ. ചുമ്മാ തിരി മതി. കുറെ ദിവസമായിട്ട് ഇതിങ്ങനെ ഛർദ്ദിക്കുവാണല്ലോ. ചന്ദ്രു വരുന്നു എന്നും പറഞ്ഞു. അതെ, എനിക്ക് അവനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നൊന്നുമില്ല. അങ്ങനെ വേണ്ടി വരുമ്പോ ഞാൻ അറിയിക്കാം, കേട്ടോ? നിനക്ക് കൂടുതൽ അറിയണമായിരുന്നെങ്കിൽ നിന്റെ പെങ്ങള് ജീവിച്ചിരുന്നെങ്കിൽ അവളോട് ചോദിക്കായിരുന്നു. എന്തായാലും നീ ഒന്ന് കരുതിയിരുന്നോ. മനുഷ്യ, എന്നാ മനുഷ്യ കൊച്ചേച്ചി ഇപ്പൊ പറഞ്ഞിട്ട് പോയേ? ഇന്നാളും പറഞ്ഞല്ലോ. ആരാ? അതാരെങ്കിലും ആവട്ടെ, കുട്ടി മണിക്കെന്താ? എന്നാലും ആരാന്ന് പറ മനുഷ്യ. കൊച്ചേച്ചി ഇങ്ങനെ എപ്പോഴും വന്ന് പറയുമ്പോ എനിക്കങ്ങ് വല്ലാതെ പേടിയാവുന്നു. കുട്ടിമണി പേടിക്കണ്ട. മനസ്സിന് ഇവിടെ ഉള്ളിടത്തോളം കുട്ടിമണി ആരെ പേടിക്കാനാ? എന്നാലും എനിക്ക് പേടിയാ. പറ മനുഷ്യ. അതൊരു ദുഷ്ടനാ. അമ്മേ, ദുഷ്ടനാണോ? ഈ വീട്ടിലോട്ടാണോ വരുന്നേ? ഇവിടേക്കൊന്നുമല്ല വരുന്നത്. കുട്ടിമണി പേടിക്കാതെ, മനസ്സിനല്ലേ അടുത്തുള്ളത്. ആ ദുഷ്ടനെ മനുഷ്യനെ എന്തേലും ചെയ്യോ? കുട്ടു, എന്നെ ഒന്നും ചെയ്യത്തില്ല കുട്ടു. കൊച്ചേച്ചി അങ്ങനെ പല കാര്യങ്ങളും വന്ന് പറയും നമ്മളെ പേടിപ്പിക്കാൻ. കുട്ടിമണി പേടിച്ചാ അത് നമ്മുടെ കുഞ്ഞുമണിക്ക് ദോഷം ചെയ്യും. അതിനുള്ള കൊച്ചേച്ചിയുടെ ഓരോ ഇടപാടുകളാ. അല്ല, കൊച്ചേച്ചിക്ക് എന്നെ എന്നോട് ഇത്ര ദേഷ്യം? കൊച്ചേച്ചി അങ്ങനെയൊക്കെ ആയി മോളെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുട്ടു, ഒരു കാര്യം ഓർത്താ മതി. ഒറ്റയ്ക്ക് എങ്ങും പോയി നിൽക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും തന്നാ വാങ്ങി കഴിക്കുകയും ചെയ്യരുത്. എപ്പോഴും കുട്ടു സീതയുടെ അടുത്ത് തന്നെ നിന്നോണം. ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. ഇല്ലെങ്കിലേ എന്നെ ദുട്ടം വെച്ചോണ്ട് പോവോ? അത് രണ്ടാമത്തെ കാര്യം. കുട്ടു ഒറ്റയ്ക്ക് എങ്ങും പോകരുത്, കേട്ടല്ലോ? ഇല്ല, പോത്തില്ല. ഞാൻ എപ്പോഴും വലിയച്ഛൻ്റെ അടുത്ത് നിന്നോളാം. അത് മതി. ഒന്നും പേടിക്കണ്ട, കേട്ടോ? ഒന്നും പേടിക്കണ്ട. വാ മേഡം. വാങ്ക മേഡം, വാങ്ക. ഇതാണ് മേഡം വീട്. ആഹാ, സൂപ്പറാ ഇருக்கு.
കൊള്ളാമോ ഇല്ലയോ എന്ന് മേഡമല്ലേ തീരുമാനിക്കുന്നത്? ഇത് മേഡത്തിന് ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാ. ഒന്നും മിണ്ടാതിരിക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കി കാണട്ടെ. ഇഷ്ടപ്പെട്ടു. വാ മേഡം, വാ മേഡം, ഇങ്ക വാമ്മ. പളനിയാണ്ടവാ മുറുക. ഇന്നമ്മ. ആ ഇതിന് എത്രയാ റെന്റ്? 8000. എത്ര? 7000. ഇനിയും കുറയോ? ഞാൻ മേഡത്തോട് സംസാരിച്ചോളാം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇന്ന് തന്നെ അഗ്രിമെന്റ് ആക്കാം. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരും. അല്ല മേഡം, ആരൊക്കെ ഉണ്ടാവും? ഞാനും പെരിയപ്പാവും അമ്മാവും. ഓ, ഇന്ന് തന്നെ എല്ലാം ശരിയാക്കിക്കാം. മേഡം, നമ്മുടെ ആളുകൾക്കും അപ്പാജിക്കും വിവരം കൊടുക്കണം നമ്മൾ ഇവിടെയാണെന്ന്. പിന്നെ ഈ വീട്ടിന്റെ ഓണർ ആരാണെന്നും അയാളുടെ വേറെബൌട്ട്സ് എന്താണെന്നും അറിയണം. അത് തങ്കരാജോട് ചോദിച്ചാ പോരെ മേഡം? തങ്കരാജോട് ചോദിച്ചറിയാനാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്റെ ബോഡി ഗാർഡായി നടക്കുന്നത്? സോറി മേഡം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതിന് പിന്നിൽ ഒരു കാരണമുണ്ടാവും. അതുകൊണ്ട് ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട. ശരി മേഡം. സ്വസ്ഥമായിട്ട് എനിക്കൊന്ന് ജീവിക്കണം. സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കണം. സ്വസ്ഥമായിട്ട് ഉറങ്ങണം. ഈ വീട് എനിക്ക് സ്വസ്ഥത തരൂന്ന് കരുതുന്നു. അങ്ങനെ ഒരുപാട് കാലത്തെ ജീവിതത്തിന് ശേഷം വയലോരം വീട്ടിൽ നിന്ന് ഞാനും ഇറങ്ങുക. അപ്പച്ചമ്മ പോണ്ട, പോകാതിരിക്കുന്നത് എങ്ങനെയാ കൊച്ചേ? പോയല്ലേ പറ്റത്തുള്ളൂ. പോയേ പറ്റൂന്നറിയാം. പക്ഷേങ്കില് അപ്പച്ചിയമ്മ പോകുന്നു ചിന്തിക്കുമ്പോ നെഞ്ചില് വല്ലാത്തൊരു വിങ്ങൽ. സീതക്ക, സങ്കടം ഒന്നും വേണ്ട. അമ്മയെ ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഇവിടെ കൊണ്ടുവരും. പണ്ട് ഈ വീടിരിക്കുന്നിടത്ത് വീടിന്റെ മൂലക്കല്ല് വച്ചതിന്റെ അന്ന് മുതലുള്ള കാര്യങ്ങളാ കൊച്ചുങ്ങളെ എന്റെ മനസ്സിൽ. ഞാനും അച്യുതനും ഒക്കെ കൂടെ എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ ഇത്. വയലോരം വീട്. ഇതിന്റെ പുറകുവശത്തെല്ലാം പാടമായിരുന്നു. അങ്ങനെ ഇട്ട പേരാ വയലോരം. എന്റെ ജീവിതത്തിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നടന്നിരുന്നത് ഈ വീട്ടിൽ വച്ച. ഈ വീട് വിട്ടൊരു ലോകം എനിക്കുണ്ടായിട്ടില്ല. ഈ വീട് വിട്ടെങ്ങും പോയിട്ടില്ല. എവിടെ പോവാനാ? ഇവിടെ ഉറങ്ങുന്നു, ഇവിടെ തന്നെ ഉണരുന്നു. പിന്നെ അച്യുതന്റെ കൂടെ പാടത്തും പറമ്പിലും ഒക്കെ പോയാലായി. അല്ലാതെ ഞാൻ പുറം ലോകം ഒന്നും കണ്ടിട്ടില്ല. പുറത്തുപോയി സാധനം വാങ്ങിച്ചിട്ടില്ല. പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ടില്ല. പുറത്ത് വണ്ടി കയറി സഞ്ചരിച്ചിട്ടില്ല. എനിക്ക് എന്റെ ജീവനേക്കാൾ വലുതായിരുന്നു ഈ വയലോരം വീട്. ഇപ്പോ എന്റെ ശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയാ. പിന്നെ പോയല്ലേ പറ്റൂ. ഞാനിവിടെ നിന്നിട്ട് എന്റെ മോളെ പിന്നെ തനിയെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പ്രസവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏതൊരു പെണ്ണാ ഈ ലോകത്തുള്ളത്? അവസാന കാലത്ത് ഞാൻ പ്രസവിക്കാതെ തന്നെ ദൈവം എനിക്കൊരു മോളെ തന്നു. പളനിമലയുടെ അടിവാരത്ത് നിന്ന് പളനി മുരുകൻ തന്ന സമ്മാനം. അവളെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പറ്റത്തില്ല. കടത്തെണ്ണയിൽ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞാലും
ഞാനും എന്റെ പെങ്കൊച്ചു ഒരുമിച്ച്. പിന്നെ കൂട്ടിനെന്റെ പുരുഷനും ഉണ്ടല്ലോ. അങ്ങേര് ഊര് ചുറ്റി നടന്നെന്ന് പറഞ്ഞാലും ഉള്ളു നിറയെ എന്നോട് സ്നേഹമാണ്. അതെനിക്കറിയാം. ഇനി നമുക്ക് 3 പേർക്കും ഒന്നിച്ചങ്ങ് താമസിക്കാം. എല്ലാരും കൂടി വയലോരം വീട്ടിൽ കിടന്ന് തള്ളണ്ടല്ലോ. അപ്പച്ചിയമ്മ ഇങ്ങനൊന്നും പറയല്ലേ. ആ കടലാശ് സൂക്ഷിച്ചു വെച്ചാത്തുണ്ടല്ലേ. സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പൊ പോരായിരുന്നോ? അത് അവളെടുത്ത് കത്തിച്ചു കളഞ്ഞു. അതവള് മുഖത്ത് നോക്കി പറഞ്ഞു. ആ കടലാസ് കത്തിച്ചതാണെന്നും പറഞ്ഞ് കുറെ ചാരം കൊണ്ടുവന്ന് എന്റെ അങ്ങേരുടെയും കയ്യിൽ തരികയും ചെയ്തു. ആ പേപ്പർ ഒന്നും കത്തിച്ചിട്ടില്ല. അത് മതികളാക്കട കയ്യിൽ തന്നെ കാണും. ചാരം വേറെ എന്തിനെങ്കിലും ആയിരിക്കും കൊണ്ടു തന്നത്. എന്തായാലും ഞാനും ഇവിടെ ഒന്ന് നോക്കും അത് കിട്ടുമോന്ന്. അത് കിട്ടിയാ നിങ്ങൾക്ക് തിരിച്ചു വരാലോ. ഞാൻ തിരിച്ചു വരണമെന്ന് സീതക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? മോളെ, നിന്നോട് എനിക്ക് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സംസാരിച്ചത് എന്താ, നീ ഇവിടെ നിൽക്കുമ്പോ മതികല ഓരോന്ന് പറഞ്ഞ് രവിയുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുമെന്നാ. അല്ലാതെ നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നാളെ രാവിലെ ഇവിടുന്ന് പോവാം. ആ മോളെ, എന്റെ എണ്ണയും കുഴമ്പും കുപ്പിയും മരുന്നിന്റെ ചീട്ടും ഒക്കെ ഉണ്ട്. അതെടുത്തോളണേ. ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, ജീവിക്കുന്നിടത്തോളം മരുന്ന് കഴിക്കാം. എടി പെണ്ണേ, നീയും കൂടെ കേക്കാനാ. ഞാൻ മരിച്ചാലേ എന്നെ കുളിപ്പിച്ച് ദേ ഈ തിണ്ണയിൽ തന്നെ കിടത്തണം. അതെന്റെ ഒരാഗ്രഹം. അതിപ്പോ അവകാശപത്രം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി. പിന്നെ നാളെ തൊട്ട് നിന്നോട് വഴക്കിടാനും അടികൂടാനും ഒന്നും ഈ അപ്പച്ചിയമ്മ ഉണ്ടാവില്ല വയലോരം വീട്ടില്. എടി, നോക്കിയും കണ്ടുമൊക്കെ നിന്നോളണം.